മനുഷ്യനോട് നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യനോട് അല്ലാഹു ചോദിക്കുകയാണ്, ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം മതിയോ? ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനോട് അല്ലാഹു ചോദിക്കുകയാ, ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം നിനക്ക് മതിയോ? ആ മനുഷ്യൻ പോലും ചോദിക്കുന്നു, അല്ലാ എന്നെ കളിയാക്കുകയാണോ അല്ലാ, എന്നെ കളിയാക്കുകയാണോ അല്ലാ? എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുകയാണ്, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കടന്നു പോകുന്ന മനുഷ്യന് പോലും ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം അല്ലാഹു കൊടുക്കുമെന്ന് മുത്തുനബി അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ ആ മനുഷ്യനും സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു. റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് സ്വർഗത്തിന്റെ വാതിലടയ്ക്കുകയാണ്. ഇനി ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനില്ല. നരകവാസികൾ കാലാകാലം നരകത്തിലാണ്, സ്വർഗവാസികൾ കാലാകാലം സ്വർഗത്തിലാണ്. അങ്ങനെ നരകവാസികൾ നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുകയാണ്, സ്വർഗവാസികൾ സ്വർഗത്തിൽ കിടന്ന് ആസ്വദിക്കുകയാണ്. അങ്ങനെ സ്വർഗവാസികൾ മുഴുവനും സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാ, സ്വർഗവാസികളെ, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കഴിയുന്ന സ്വർഗവാസികളോട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ സ്വർഗവാസികൾ പറയുന്നു, അല്ലാ പടച്ചവനേ, അൽഹംദുലില്ലാഹ്. അവർ അല്ലാഹുവിനെ സ്തുതിക്കുകയാ. സ്വർഗവാസികൾ അവിടെ നിന്നുകൊണ്ട് പടച്ചവനെ സ്തുതിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് സ്തുതിക്കുന്നതെന്നറിയുവോ? അല്ലാഹുവേ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, എന്റെ മുഖത്ത് നീ പ്രകാശം തന്നല്ലോ അല്ലാ. എന്തിനാണ് സ്വർഗവാസികൾ അൽഹംദുലില്ലാഹ് പറയുന്നത്? പടച്ചവനെ, പരലോകത്ത് നിന്റെ കോടതിയിലേക്ക് കടന്നു വന്നപ്പോ അതാ പടച്ചവനെ, ഭയാനകമായ പരലോകമുണ്ടല്ലോ. പഠിക്കണം ചെറുപ്പക്കാരാ, എന്താണ് മസ്റ എന്ന് പഠിക്കണേ ചെറുപ്പക്കാരാ.